നമസ്കാരം. തിങ്കളാഴ്ച പുലർച്ചെ പടിഞ്ഞാറൻ കൊളംബിയയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 111 ഉയർന്നു. സർക്കാർ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു. ഭൂചലനത്തിൽ വിവിധ നഗരങ്ങളിലെ കെട്ടിടങ്ങൾ തകർന്നു വീഴുകയും നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങുകയും ചെയ്തു. അബെലാർഡോ ഡി ലാല എസ്പ്രിയല്ല പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത ഏതാനും ദിവസങ്ങൾക്കകമാണ് ഈ ദുരന്തമുണ്ടായത്. ഇതോടെ പുതിയ സർക്കാർ വലിയൊരു പ്രതിസന്ധിയെയാണ് നേരിടുന്നത്. ജൂണിൽ അയൽരാജ്യമായ വെനസ്വേലയിലുണ്ടായ ഇരട്ട ഭൂകമ്പത്തിന്റെ ഭീതിജനകമായ ഓർമ്മകൾ മാറും മുൻപാണ് വീണ്ടും ദുരന്തമെത്തുന്നത്. US ജിയോളജിക്കൽ സർവേ നൽകുന്ന വിവരമനുസരിച്ച് ജനവാസ മേഖല കുറഞ്ഞ ചോക്കോ പ്രവിശ്യയിലെ സാൻ ജോസ് ഡെൽ പാൽമറിന് സമീപം ഉപരിതലത്തിൽ നിന്ന് 107 കിലോമീറ്റർ ആഴത്തിലാണ് 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത്. കൊളംബിയയുടെ പസഫിക് തീരത്താണ് പ്രഭവ കേന്ദ്രമെങ്കിലും രാജ്യത്തുടനീളമുള്ള പ്രധാന നഗരങ്ങളിൽ ശക്തമായ പ്രകമ്പനം അനുഭവപ്പെട്ടു. വലിയ തോതിലുള്ള ജീവഹാനിക്കും വ്യാപകമായ നാശനഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട് എന്ന് ഏജൻസി മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ കൊളംബിയയിൽ രേഖപ്പെടുത്തിയതിൽ വച്ച് ഏറ്റവും ശക്തമായ ഭൂകമ്പമാണിതെന്ന് കൊളംബിയൻ ജിയോളജിക്കൽ സർവീസ് ഡയറക്ടർ വ്യക്തമാക്കുകയും ചെയ്തു. 2 തുടർചലനങ്ങൾ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഡയറക്ടർ ജൂലിയോ ഫിയറോ മൊറോൾസ് പറഞ്ഞു. 2.8, 4.2 എന്നിങ്ങനെയാണ് ഇവയുടെ തീവ്രത. ഇതിൽ 4.2 തീവ്രത രേഖപ്പെടുത്തിയ ചലനം പലയിടങ്ങളിലും ശക്തമായി അനുഭവപ്പെട്ടു. പടിഞ്ഞാറൻ കൊളംബിയ സബ് ഡിവിഷണൽ സോണിൽ സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഇവയുടെ ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഫിയാറോ മൊറേൽസ് വ്യക്തമാക്കി. ഒരു ടെക്ടോണിക് പ്ലേറ്റ് മറ്റൊന്നിനടിയിലേക്ക് നീങ്ങുന്ന മേഖലയാണിത്. മുൻപും വലിയ ഭൂകമ്പങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പ്രദേശമാണിത്. 1979 നവംബർ 23-നുണ്ടായ 7.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും 100 കണക്കിന് ആളുകൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു. പെരേര, കാലി, ക്വിബ്ദോ എന്നീ നഗരങ്ങളിൽ വീടുകളും കെട്ടിടങ്ങളും തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ബൊഗോട്ടയ്ക്ക് 300 കിലോമീറ്റർ പടിഞ്ഞാറുള്ള മാനിസാലാസ് നഗരത്തിലെ നവഗോത്തിക് കത്തീഡ്രലിലെ ഒരു ഗോപുരം തകർന്നു വീണു. മധ്യ പടിഞ്ഞാറൻ കൊളംബിയയിൽ ചെറിയ ഭൂചലനങ്ങൾ സാധാരണയാണെങ്കിലും 6.0 മുകളിൽ തീവ്രത രേഖപ്പെടുത്തുന്നവ അപൂർവമാണ്. മുൻപ് അർമേനിയ നഗരത്തിന് സമീപം 6.2 തീവ്രതയിലുണ്ടായ ഭൂകമ്പത്തിൽ 1100-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു. ദുരന്തത്തിന് പിന്നാലെ സാൻ ജോസ് ഡെൽ പാൽമറിലെ എമർജൻസി പ്രവർത്തനങ്ങളുടെ ചുമതല താൻ നേരിട്ട് ഏറ്റെടുത്തതായി കൊളംബിയൻ പ്രസിഡന്റ് വ്യക്തമാക്കുകയും ചെയ്തു. നിങ്ങൾ ഒറ്റയ്ക്കല്ല, സർക്കാർ ഒപ്പമുണ്ട്, ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു.